ഹലോ ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലാണ്. ചാനലിൻ്റെ പേര് തനുസ് ഫാമിലി. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗാട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇത് തനുസിൻ്റെ ഫ്രണ്ട്സാണ്. അവൾ പോകുമ്പോൾ അവളുടെ ഫ്രണ്ട്സ് അവൾക്ക് ടാറ്റ കൊടുക്കുകയാണ്. നമ്മളിന്ന് പോകുന്നത് രാജസ്ഥാനിലെ ജോധ്പൂർ എന്ന സ്ഥലത്തെ ഗണ്ടാഗർ എന്ന മാർക്കറ്റിലോട്ടാണ്. കാരണം അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാറുമായെല്ലാം പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാകും. കാരണം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പാർക്ക് ചെയ്യാനും സ്ഥലം കിട്ടില്ല. ഇനി നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണാം. ഇതാണ് കേട്ടോ ഗണ്ടാഗർ മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്യുന്ന വഴി. ഇവിടെ ചെറിയൊരു സീനലെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് ഗണ്ടാഗറിലോട്ടാണ്. ഇനി മുതൽ അങ്ങോട്ട് നല്ല നല്ല കാഴ്ചകളാണ്. ഒരുപാട് കച്ചവടങ്ങളുണ്ട്. ചെറുകിട കച്ചവടങ്ങൾ വലിയതും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ഹോൾസെയിൽ ഷോപ്പുകളുണ്ട്. ടോയ്സിൻ്റെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മളെ ബെൽറ്റ്, പേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് കച്ചവടങ്ങളുണ്ട് ഇവിടെ. എല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം. പക്ഷേ വിശദമായിട്ട് എന്ന് പറഞ്ഞാൽ അത്ര വിശദമായിട്ട് കാണിക്കാൻ പറ്റില്ല. കാരണം ഒരു ബ്ലോഗിലൊന്നും തീർക്കാൻ പറ്റില്ല. ഗണ്ടാഗർ അത്രയും സൂപ്പർ പ്ലേസാണ്. എനിക്ക് കാണിച്ചു തരാം. തനിമോളുടെ അമ്മയെല്ലാം വൈകിട്ട് തണുപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ഷട്ടറെല്ലാം ഇട്ടിരുന്നുണ്ട്. നമുക്കിനി ഗണ്ടാഗർ കണ്ടുകൊണ്ടിരിക്കാം. ഇവിടുത്തെ മെയിൻ ഒരു ബിസിനസ്സാണ് ചെരുപ്പുകൾ. നല്ല അടിപൊളി ചെരുപ്പുകൾ നമുക്ക് വളരെ തുച്ഛം പൈസയ്ക്ക് കിട്ടുന്നതാണ് ഇവിടെ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളി സൂപ്പർ ചെരുപ്പുകളാണ് ഇവിടെ ഉള്ളത്. കണ്ടു നോക്കുക, എത്ര മനോഹരമായ ചെരുപ്പുകളാണ് ഉള്ളത്. ഇതെല്ലാം നമുക്ക് തുച്ഛം പ്രൈസിൽ കിട്ടും. നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ ഗൈസ് എത്ര രൂപയ്ക്ക് കിട്ടും എന്നുള്ളത്? ഈ കാണുന്ന ചെരുപ്പെല്ലാം 100 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അത് നമ്മളൊന്ന് വില പേശി കഴിഞ്ഞാൽ 80 രൂപയ്ക്കും കിട്ടും ഇവിടുന്ന്. ഞാൻ എന്തായാലും പ്ലാൻ ചെയ്തിട്ട് തനിമോൾക്കൊരു ചെരുപ്പ് മേടിക്കണം. നമുക്ക് പോകാൻ നേരത്തെ ഒന്ന് മേടിക്കാം. ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ഗണ്ടാഗർ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്ന ഗേറ്റാണ്. ശരിക്കും ഇതിൻ്റെ പേര് സർദാർ മാർക്കറ്റ് എന്നാണ്. ഇതിന് വലിയ സ്റ്റോറി എല്ലാം ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാണുന്നതാണ് ഗണ്ടാഗറിലെ ക്ലോക്ക് ടവർ. ഇത് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ്. 1911 ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ മാർക്കറ്റിന് സർദാർ മാർക്കറ്റിന് പേര് വരാൻ കാരണം ഈ ക്ലോക്ക് ടവർ കാരണം ഇത് നിർമ്മിച്ച ആളുടെ പേര് സർദാർ സിംഗ് എന്നായിരുന്നു. അങ്ങേരെ പേരിലാണ് പിന്നെ ഇത് സർദാർ മാർക്കറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടത്. പിന്നെ നമ്മൾ ഈ മുന്നിൽ കാണുന്നതാണ് മെഹ്റാൻഗഡ് ഫോർട്ട്. ഇത് നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്ക് അടുത്തൊരു പിന്നൊരു ബ്ലോഗിൽ നമുക്കിത് തീർച്ചയായിട്ടും ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണിച്ചു തരുന്നതായിരിക്കും. ജോധ്പൂർ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മെഹ്റാൻഗഡ്, അതേപോലെ തന്നെ നമ്മുടെ ഉമ്മേദ് ഭവന്, യശ്വന്താട, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ടൂറിസ്റ്റ് പ്ലേസാണ് മെയിനായിട്ട് ജോധ്പൂർ. ഇനി നമുക്ക് ബാക്കി കാഴ്ചകളിലോട്ട് പോവാം. ഞങ്ങൾ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒരിക്കലും ഇതിൻ്റെ മുകളിൽ കയറാനുള്ള അവസരം കിട്ടിയില്ല. കാരണം അത് ആ സമയത്തെല്ലാം അത് അടഞ്ഞു കിടക്കുമായിരുന്നു. ഏതാണ്ട് ഒരു 6-7 വട്ടം വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഈ ടിക്കറ്റ് കൗണ്ടറിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 25 രൂപയാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ കയറാനുള്ളത് മുകളിലോട്ടുള്ള പടികളാണ്. അത് ചെറിയ ചെറിയ പടികളാണ്. കണ്ടോ, ചെറിയ ചെറിയ പടികളാണ്. നമുക്ക് ഒരാൾക്ക് കഷ്ടിച്ച് കയറാനുള്ള സ്ഥലമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ വെളിച്ചം വളരെ കുറവാട്ടോ. ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന ആ ക്ലോക്ക് ടവറിൻ്റെ ഏതാണ്ട് ഒരു മിഡിൽ പോർഷൻ ഉണ്ട്. മിഡിൽ എന്ന് പറയാൻ പറ്റില്ല, 1/3 ഒരു പോർഷനിലേക്കാണ് കയറി ചെല്ലുന്നത്. അവിടെ നോക്കുമ്പോൾ നമുക്ക് ഗണ്ടാഗർ മാർക്കറ്റ് മൊത്തം നല്ല സൂപ്പറായിട്ട് കാണാൻ കഴിയും.
ഇനി നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നല്ല അടിപൊളി വ്യൂ ആണ് മുകളിൽ നിന്ന് കയറിയിട്ട് നമ്മൾ ഗണ്ടാഗർ കാണുമ്പോൾ. അതുപോലെ തന്നെ മേരാങ്കോട്ട് ഫ്ലോട്ടിൻ്റെ കാഴ്ചകൾ എല്ലാം നല്ല സൂപ്പറാണ്. താഴെ മൊത്തം കച്ചവടക്കാർ, ചെറിയ ചെറിയ കച്ചവടക്കാർ എല്ലാവരും നല്ല നിരന്നിരിക്കുന്ന ഒരു പ്ലേസാണ്. നമുക്ക് ആ വ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ മുകളിലോട്ട് കയറി നോക്കാം. മുകളിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. ആ പഴയ ക്ലോക്കിൻ്റെ ഉള്ളിലെ മെഷീൻസും എല്ലാം കാണാൻ കഴിയും. ഇനി നമുക്ക് മുകളിൽ പോയിട്ട് കാഴ്ചകൾ കാണാം. ഈ കാണുന്നതാണ് നമ്മുടെ ക്ലോക്ക് ടവറിൻ്റെ മെഷീനറി മൊത്തമായിട്ട് ഇരിക്കുന്നത് ഈ ഭാഗത്താണ്. അതായത് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പെൻഡുലം പോലത്തെ സാധനം കിടന്ന് ഇങ്ങനെ ആടുന്നുണ്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെല്ലാം പ്രവർത്തനം കണ്ടോ നിങ്ങൾ. ഈ ഫ്രണ്ടിലുള്ള ഈ വൈറ്റ് കറുത്ത് കാണുന്നതാണ് ഇതിൻ്റെ ക്ലോക്ക്. അത് 4 ഭാഗത്തും ക്ലോക്കുകളുണ്ട്. അന്ന് ആ പഴയ കാലത്തെ മെഷീനറിയാണ്. ഇപ്പോഴും ഒരു മാറ്റമില്ല, ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴെ പോയിട്ട് താഴത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അതുപോലെ തന്നെ നമുക്ക് ആ സെൻറ്ററിൽ പോയിട്ട് ഗണ്ടാഗർ മാർക്കറ്റൊക്കെ ഒന്ന് കാണാം. ഇത് കണ്ടോ, ഇവിടെ ഈ ഹോളിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് കണ്ടോ. പഴയ കാലത്ത് റാന്തൽ പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ റാന്തലല്ല, ലൈറ്റ് ഇട്ട് വെച്ചതാണ്. ഓക്കെ, ഇനി താഴത്ത് പോയിട്ട് കാണാം. തനിമോട് നല്ല ക്ഷീണിച്ചു കേട്ടോ. ആൾക്ക് സ്റ്റെപ്പൊന്നും ഇറങ്ങാൻ വയ്യ. ഇവിടെ കുറച്ചേരം ഇരുന്നിട്ട് നമുക്ക് സെൽഫിയൊക്കെ ഒന്ന് എടുക്കാം. അതുപോലെ തന്നെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പിന്നെ ഇതുവരെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് കേട്ടോ ഞാൻ. ചെരുപ്പുകളൊക്കെ പോലെ തന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രധാന കച്ചവടങ്ങളിൽ ഒന്നാണ് ഈ വള, കുപ്പിവളകൾ. പണ്ട് നമ്മുടെ നാട്ടിൽ ഉത്സവറമ്പിലൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതേപോലത്തെ കുപ്പിവളകളാണ്. നല്ല അടിപൊളി കുപ്പിവളകൾ. കുറഞ്ഞൊരു 40 രൂപയ്ക്ക് ഡസണ്, 50 രൂപയ്ക്ക് ഡസണൊക്കെ നല്ല അടിപൊളി വളകൾ ഇവിടെ കിട്ടാനുണ്ട്. ഇനി ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പർച്ചേസ് ചെയ്യണം. അത്രയും നല്ല സൂപ്പർ വളകളാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പോലത്തെ മെയിൻ കച്ചവടമാണിത്. കമ്മലിൻ്റെ ഒക്കെ കച്ചവടം. നല്ല സൂപ്പർ കമ്മലുകളാണ്. തുച്ഛം പൈസയ്ക്ക് 10 രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ്. 10 രൂപയുടെയൊക്കെ കമ്മലുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഞങ്ങൾ തനുമോളുടെ അമ്മയും ഞാനവിടെ ഷോപ്പിന് പോയി കഴിഞ്ഞാൽ, ഷോപ്പിങ്ങിന് പോയി അവൾ പറയും എന്നോട്, നമുക്ക് ഗണ്ടാഗർന്ന് മേടിക്കുക, ഇവിടെ ഭയങ്കര പ്രൈസാണ്. കണ്ടോ, 50 രൂപയുടെ കമ്മൽ, 30 രൂപയുടേത്, 20 രൂപയുടേത്, 20 രൂപയുടെയൊക്കെ കമ്മലൊക്കെ എത്ര ഭംഗിയാണ്. എന്ത് ഭംഗിയാണ് കാണാൻ. ശരിക്കും നമ്മുടെ നാട്ടിലൊന്നും ഇത്ര ചീപ്പ് റേറ്റിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ ചില കമ്മലുകൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ 20 രൂപയുടെ കമ്മലൊക്കെ കണ്ടോ, എന്ത് ഭംഗിയുണ്ട്. അതുപോലെ നിങ്ങളാരെങ്കിലും ഇത്ര ചീപ്പ് റേറ്റിൽ കമ്മൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ. നമ്മുടെ നാട്ടിലത്തെ കാര്യമായിട്ടോ പറഞ്ഞു ഞാൻ. എന്ത് ഭംഗിയല്ലേ കാണാൻ. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കച്ചവടങ്ങൾ വേറെയുണ്ട്.
കാണുന്നത് നമ്മളെ നാട്ടിലൊക്കെ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന കപ്പില്ലേ, ആ കപ്പാണ്. 6 വെറും 50 രൂപയാണ് വരുന്നത്. ഫസ്റ്റൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു അതിശയമായി തോന്നി. കാരണം ഇത്രയും ചീപ്പ് റേറ്റിലൊക്കെ 50 രൂപയ്ക്കൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസിൽ ഈ കാണുന്ന എല്ലാം 50 രൂപയുടെ കപ്പുകളാണ്. 50 രൂപ മുതൽ 100 രൂപ വരെയുള്ള കപ്പുകളൊക്കെ ഉണ്ട്, 50, 60, 70 എല്ലാം. ഇനി നമുക്ക് കുറച്ചുകൂടെ മാർക്കറ്റെല്ലാം കണ്ട് തനുമോൾക്കൊരു ചെരുപ്പ് മേടിച്ച് നമുക്ക് തിരിച്ചു പോവാം. ഇതാണ് മെയിനായിട്ട് ഗണ്ടാഗർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് തനുമോൾക്കൊരു ചെരുപ്പ് മേടിക്കാൻ പോവാം. ഞങ്ങൾ തനുമോൾക്ക് മേടിച്ചിട്ട് ചെരുപ്പ് ഇതുപോലുള്ളൊരു ചെരുപ്പാണ് മേടിച്ച്. അവർ 100 രൂപ പറഞ്ഞു, ഞങ്ങൾ 80 രൂപയ്ക്ക് വില പേശി മേടിച്ചു. നമ്മൾ വില പേശിയെന്ന് വെച്ചാൽ അവർ കുറച്ച് തരും. അങ്ങനത്തെ ഒരു ഫെസിലിറ്റീസും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് കച്ചൂരി, സമൂസ, പിന്നെ പക്കോട, അതിനൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു കടയാണിത്. ഇനി ടൈമെല്ലാം ഇരുട്ടി തുടങ്ങി, ഇതാണ് നമ്മുടെ വണ്ടി. ഇനി നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. ഇരുട്ടായി തുടങ്ങി, തണുപ്പ് കൂടി തുടങ്ങി. ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ബൈ ബൈ. ഇനി നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ്.